തിരികെത്തുന്നു. കൊച്ചിയിൽ യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ലക്ഷ്മിപ്രിയ തിരുവനന്തപുരത്ത് പിടിയിൽ. മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, മുഖ്യപ്രതി ലക്ഷ്മിപ്രിയ പിടിയിലായിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ഇവരിൽ നിന്ന് അറിയേണ്ടത്? മറ്റു പ്രതികൾ എങ്ങനെ ഇവരെ സഹായിച്ചിട്ടുണ്ട്? അതിന്റെ വിശദാംശങ്ങളും എന്താണ്? വിജയ്, യഥാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് നിലവിലെ കാമുകനോ ഒപ്പം തന്നെ കൂട്ടുകാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ മാസം 5-ാം തീയതിയോടുകൂടിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ മുഖ്യപ്രതിയായ ലക്ഷ്മിപ്രിയയെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തായിരുന്നു ലക്ഷ്മിപ്രിയ ഒളിവിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മിപ്രിയയുടെ ഫോൺ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ലക്ഷ്മിപ്രിയ പിടിയിലായത്. ലക്ഷ്മിപ്രിയക്ക് പുറമെ ഏകദേശം 6ഓളം പേരാണ് ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും ആദ്യം പിടിയിലായത് എറണാകുളം സ്വദേശിയായ അമൽ എന്ന് പറഞ്ഞ യുവാവാണ്. ഇപ്പോൾ ലക്ഷ്മിപ്രിയയും പിടിയിലായിരിക്കുന്നു. ഇനിയും 5 പേർക്കുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇന്ന് രാവിലെയോടുകൂടി 5 പേരിൽ 2 പേരെ കൂടി പോലീസ് പിടികൂടി കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അറസ്റ്റ് ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു 5 പേരിൽ ലക്ഷ്മിപ്രിയയുടെ നിലവിലെ കാമുകനും ഉൾപ്പെടുന്നു. ഈ മുൻ കാമുകനോട് തന്റെ പ്രണയബന്ധത്തിൽ നിന്നും പിൻവാങ്ങാൻ വേണ്ടി പറഞ്ഞതിനെ തുടർന്ന് അയാൾ അതിന് തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് നിലവിലെ കാമുകനും കൂട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ലക്ഷ്മിപ്രിയ മുൻ കാമുകനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 5-ാം തീയതി ബുധനാഴ്ചയോടുകൂടി വീട്ടിൽ നിന്നും വിളിച്ച് ഇറക്കി കാറിലിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ശേഷം ഇയാളെ എറണാകുളത്തെ ഒരു സ്വകാര്യ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഉപദ്രവിക്കുകയായിരുന്നു. ശേഷം ഇയാളുടെ നഗ്ന ദൃശ്യങ്ങൾ എടുക്കുകയും അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ 5 ലക്ഷം രൂപയും ഒപ്പം തന്നെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും ഒഴിവാകണം എന്നുമായിരുന്നു ലക്ഷ്മിപ്രിയ കാമുകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ അയാളുടെ കൈവശമുണ്ടായിരുന്ന ഏകദേശം 5500ഓളം രൂപയും ഒപ്പം തന്നെ അയാളെ ഈ മൊബൈൽ ഫോണിന്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് അത് നാവിൽ വെച്ചുകൊണ്ട് ഷോക്കടിപ്പിച്ച് അങ്ങനെയുള്ള ക്രൂരമായ കൃത്യങ്ങളായിരുന്നു ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്ന് രാവിലെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അറസ്റ്റ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അമലിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് വിശദമായി പോയ ശേഷം തിരികെ എത്താം. എനിക്കൊന്നും വേണ്ട. നിന്റെ വോയിസ് വന്ന നിന്റെ വീഡിയോ ഞാൻ എടുക്കും. ഞാൻ എന്താ പറയണ്ടെന്നറിയോ? അമൽ, ആരൊക്കെ ഈ ഒരു അതിക്രമത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്? ഇന്നിപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് എന്ന് അമൽ സൂചിപ്പിച്ചു. ആരൊക്കെ ഈ അതിക്രമത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്? ലക്ഷ്മിപ്രിയയുടെ നിലവിലെ കാമുകന് ലക്ഷ്മിപ്രിയ നൽകിയ ഒരു കൊട്ടേഷനാണ് ഇത് എന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. ഈ ഒരു കൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മിപ്രിയയുടെ നിലവിലെ കാമുകനും മറ്റ് സുഹൃത്തുക്കളും ചേർന്നാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ മുൻ കാമുകനെ വീട്ടിൽ നിന്നും ഫോൺ വഴി ലക്ഷ്മിപ്രിയ വിളിച്ച് പുറത്തിറക്കുകയും ശേഷം കാറിലിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. അതിൽ 6 പേരും ലക്ഷ്മിപ്രിയയുടെ നിലവിലെ കാമുകനും ഒപ്പം തന്നെ മറ്റ് 5 സുഹൃത്തുക്കളുമായിരുന്നു ഈ ഒരു മർദ്ദനത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഇതിനുശേഷം ഇയാളെ എറണാകുളത്തേക്ക് കൊണ്ടുപോയ ഒരു റൂമിൽ, അതായത് ഒരു മുറിയിൽ ഇട്ടുകൊണ്ട് അവിടുന്ന് മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിൽ അവശനായ മുൻ കാമുകനെ പിന്നീട് എറണാകുളത്ത് ടൗണിൽ ഉപേക്ഷിക്കുന്ന ഒരു വൈറ്റ്ല ജംഗ്ഷനിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞ് അവിടെ എത്തുകയും ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ലക്ഷ്മിപ്രിയയുടെ നിലവിലെ കാമുകന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മർദ്ദനം ഉണ്ടായത് എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ശരി, അമലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ലക്ഷ്മിപ്രിയ പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് പിടിയിലായിരിക്കുന്നത്.